ഇത് പിന്നെയും ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ കറിയുടെ റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് കൊച്ചുള്ളി ഞാൻ അധികം തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി. ഇനി അതെല്ലാം നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതെല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഞാൻ മുളക് പൊടി ഒരു ഇച്ചിരി അധികം ഇടും കേട്ടോ. ചെമ്മീൻ കറിക്കൊക്കെ ഒരു ഇച്ചിരി എരിവുള്ളതാണ് ടേസ്റ്റ്. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടാനായിട്ട് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അത് ഗ്രേവി ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചെമ്മീനെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അവസാനം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം ഉപ്പ് പോരെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.